ചേതൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിനിഷ. ഗുഡ് മോർണിംഗ്. ഏത് രീതിയിലാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്? കൊലപാതക കേസിലെ പ്രതി കൂടിയാണ് ഈ ചാടിപ്പോയ ആൾ. തീർച്ചയായും മിനിഷ, കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി 11 മണിയോടുകൂടിയാണ് പെരിന്തൽമണ്ണ സ്വദേശിനിയായ ദൃശ്യയുടെ കൊലപാതക കേസിലെ പ്രതിയായ വിനീഷ് വിനോദ് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിപ്പോകുന്നത്. ഈ മാനസികാരോഗ്യ കേന്ദ്രത്തിൻ്റെ ശുചിമുറി തുരന്നിട്ടാണ് ഇയാൾ രക്ഷപ്പെടുന്നത്. ഒരു നിക്കർ മാത്രമാണ് ഇയാൾ ധരിച്ചിരിക്കുന്നത് എന്നാണ് ഈ ആശുപത്രി അധികൃതർ തരുന്ന വിവരം. കൂടാതെ ഇയാളെ കാണാതായതിനു ശേഷം അന്വേഷണം പോലീസ് ഊർജിതമായി തുടരുകയാണ്. ഇന്നേക്ക് 4 ദിവസമായി കോഴിക്കോട് നഗരത്തിലും അതുപോലെ തന്നെ സംസ്ഥാനത്തൊട്ടാകെയും സംസ്ഥാനത്തും മറ്റ് അന്യ സംസ്ഥാനത്തും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 2021 ജൂൺ മാസമാണ് പെരിന്തൽമണ്ണ സ്വദേശിനിയെ ദൃശ്യയെ അതിക്രൂരമായി ഇയാൾ കുത്തിക്കൊല്ലുന്നത്. 20-ലേറെ മുറിവുകളാണ് ദൃശ്യയുടെ ശരീരത്തിൽ അന്ന് ഉണ്ടായിരുന്നത്. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു ക്രൂരകൃത്യം പ്രതി ചെയ്തത്. ഇതിനുശേഷം ഇയാൾ ജയിലിൽ പോവുകയായിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിലെ വിചാരണ തടവുകാരൻ ആയിരുന്നു. ഇതിനുശേഷമാണ് ഈ ജയിലിൽ വെച്ച് ഇയാൾ ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചില പ്രശ്നങ്ങൾ ഇയാൾക്കുണ്ടെന്നും മനസ്സിലാകുന്നത്. ഇതിനുശേഷം 2022 ഇയാളെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും എന്നാൽ ആ വർഷം തന്നെ ഇയാൾ ജയിൽ ചാടുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അന്ന് കർണാടകയിലെ ധർമ്മസ്ഥലയിൽ വെച്ചാണ് വിനീഷ് വിനോദ് പിടിയിലാവുന്നത്. അതേ കാര്യം തന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ചിരിക്കുന്നത്. ഇയാളെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ക്രൂര മനസ്ഥിതിയുള്ള ആളാണെന്ന്, പക്ഷേ എന്നാൽ ചില മാനസിക പ്രശ്നങ്ങളുണ്ടെന്നുമാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. ഏതായാലും ഇയാൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇയാൾക്കായി ലുക്കൌട്ട് നോട്ടീസ് നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. 4 ദിവസമായി വ്യാപകമായി സംസ്ഥാനത്തുടനീളവും അന്യ സംസ്ഥാനങ്ങൾ പോലും ഇപ്പോൾ പോലീസ് അന്വേഷണം വ്യാപിച്ചിട്ട് രാവും പകലും ഇയാൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. വിനിഷ.